ഉളഹിയ്യത്തും അക്കീഖത്തും ഒരുമിച്ചറക്കൽ സാധിക്കും? ഉളഹിയ്യത്തും അഖീഖയും ഒരു മൃഗത്തിൽ ഒരുമിച്ച് നടത്താൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൃഗത്തിൽ 7 ഷെയർ കൂടാം. എന്നാൽ അങ്ങനെ ഷെയർ കൂടി അറക്കുന്ന മൃഗമാണെങ്കിൽ, മാടാണെങ്കിൽ, അതിൽ ഒരു ഷെയർ ഉളഹിയ്യത്ത്, ഒരു ഷെയർ അഖീഖത്ത്, വേറൊരു ഷെയർ വിൽപ്പന നടത്താനുള്ളത്, വേറൊരു ഷെയർ ഒരാൾക്ക് സദക്കയായി വാരിക്കൊടുക്കാനുള്ളത്, വേറൊരു ഷെയർ ഒരാൾ നേർച്ചയാക്കി, ഇങ്ങനെ വ്യത്യസ്ത ഷെയറുകൾ ആകാവുന്നതാണ്. കാരണം എന്ത്? ഒരു മൃഗം എന്ന് പറഞ്ഞാൽ, ഒരു മൃഗത്തിലെ 1/7 എന്ന് പറഞ്ഞാൽ ഒരാട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരാട് ആടാകുമ്പോൾ ഒരാട് അഖീഖ അറക്കാം, വേറൊരാട് ഉളഹിയ്യത്ത് അറക്കാം, അതിന് വിരോധമല്ലല്ലോ. ഇതുപോലെ ഒരു മൃഗത്തിൽ ഷെയർ കൂടി അറക്കുമ്പോൾ ഒരു ഷെയർ ഉളഹിയ്യത്തും മറ്റൊരു ഷെയർ അഖീഖയും ആയി അറക്കാവുന്നതാണ്. ഇനി അതിൽ 6 ഷെയർ ഉളഹിയ്യത്തും ഒരു ഷെയർ അഖീഖയുമാണ്, അതിനും വിരോധമില്ല. അല്ല, ഒരാൾക്ക് 4 കുട്ടികൾക്ക് അഖീഖ അറക്കാനുണ്ട്. ആ 4 കുട്ടികൾക്ക് ഓരോ ഷെയർ, 4 ഷെയർ അഖീഖയും ബാക്കി 3 ഷെയർ ഉളഹിയ്യത്തുമാക്കി ഒരു മൃഗം അറക്കാം, അതിന് വിരോധമില്ല. 2 ഷെയർ അഖീഖ, ബാക്കി 5ഉം ഉളഹിയ്യത്താക്കിയിട്ടും വിരോധമില്ല. ഇനി അങ്ങനല്ല, ഒരു കച്ചവടക്കാരൻ അങ്ങാടിയിൽ കച്ചവടം ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹം ഷർത്തൊത്ത പോത്തറുത്ത് വിതരണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹത്തിൽ പങ്കാളിയായി, നിങ്ങൾ അറക്കുന്നതിന്റെ 1/7 ഇന്റെ കുട്ടിന്റെ അഖീഖ അറക്കുകയാണ്, 1/7 ഉളഹിയ്യത്തും ആക്കുക, ബാക്കി 5 നിങ്ങൾ വിറ്റോളിയർ. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഷെയർ കൂടി. എന്നിട്ട് എന്ത് ചെയ്തു? 1/7 അഖീഖയും 1/7 ഉളഹിയ്യത്തും കൂടി ബാക്കി 5 ഭാഗം ഇദ്ദേഹം കച്ചവടം ചെയ്തു. അതും പറ്റും. എന്നാൽ വ്യാപകമായൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. എന്താണ്? ഒരു ഷെയർ തന്നെ കൂടുക, എന്നിട്ട് അതന്നെ അഖീഖയും അതന്നെ ഉളഹിയ്യത്തും ആക്കുക. എന്താണ്? ഒരു ഷെയർ കൂടിയിട്ട് ആ ഷെയർ തന്നെ അഖീഖയും ഉളഹിയ്യത്തും ആക്കുക, അത് പറ്റുകയില്ല. ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ ഒരാടാണ്. ഒരാടിൽ അഖീഖയും ഉളഹിയ്യത്തും ഒരുമിച്ച് പങ്കാളിത്തം പാടില്ല. ഒരാടിൽ ഒന്നിരിക്കൽ അഖീഖ അറക്കാം, അല്ലെങ്കിൽ ഉളഹിയ്യത്ത് അറക്കാം. എന്നോട് ഇന്നലെ ഒരാൾ സംശയം ചോദിച്ചു. എന്താ ചോദിച്ചത്? ഒരാട് അഖീഖ അറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മകന്റെ പേരിൽ അഖീഖ അറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ അഖീഖ അറക്കാൻ ഉദ്ദേശിക്കുന്ന ആട് ഉളഹിയ്യത്തിന്റെ സമയത്ത് അർത്താൽ ഉളഹിയ്യത്തും കൂടെ അങ്ങോട്ട് ആക്കിയൂടെ, രണ്ടും കിട്ടുമല്ലോ, അങ്ങനെ പറ്റൂല ഉസ്താദേ എന്ന് എന്നോട് ചോദിച്ചു. യഥാർത്ഥത്തിൽ അത് പറ്റുകയില്ല. ആടാണെങ്കിൽ ആട് ഉളഹിയ്യത്തിന്റെ സമയത്ത് ഉളഹിയ്യത്ത് അറക്കുകയാണെങ്കിൽ ഓക്കെ, അത് മാത്രം. അഖീഖ അറക്കുകയാണെങ്കിൽ ഏത് സമയത്തും അറക്കാം. അത് ഉളഹിയ്യത്തിന്റെ സമയത്തും അറക്കാം, അല്ലാത്ത സമയത്തും അറക്കാം, എല്ലാം തുല്യം തന്നെയാണ്, എല്ലാം സമം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആടാകുമ്പോൾ അതിൽ അഖീഖയാണെങ്കിൽ അഖീഖ മാത്രം, ഉളഹിയ്യത്താണെങ്കിൽ ഉളഹിയ്യത്ത് മാത്രം. മാടോ ഒട്ടകമോ ആണെങ്കിൽ അഖീഖ ഒരു ഷെയർ, വേറൊരു ഷെയർ ഉളഹിയ്യത്ത് എന്ന തോതിൽ അഖീഖയും ഉളഹിയ്യത്തും അറക്കാവുന്നതാണ്.